അതുണ്ടല്ലോ, ഇന്ന് ഒരു തേഴ്സ്ഡേ മോർണിംഗ് ആണേ. എനിക്കൊരു 3 നൈറ്റായിരുന്നു. അപ്പോൾ എൻ്റെ നൈറ്റ് ഡ്യൂട്ടി എല്ലാം ഞാൻ കഴിഞ്ഞ് വന്നു. അപ്പോൾ മക്കൾക്ക് ഇന്ന് സ്കൂളിൽ പോകണം. അപ്പോൾ അവരെ ഞാൻ അതിന് വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു പ്രായമുള്ളൊരു സ്ത്രീയാണേ താമസിക്കുന്നത്. അവരുടെ കോമ്പൗണ്ടാണ് കേട്ടോ ഇത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീടിൻ്റെ പുറത്ത്. അപ്പോൾ ഞാൻ എന്നും ഓർക്കുവേ, ഇത്ര മനോഹരമാണ് ഈ പൂക്കളും ഈ ഇതൊക്കെ ഇങ്ങനെ എന്താ പട്ട് വിരിച്ചതുപോലെ കിടക്കുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും ഒരു വീഡിയോ എടുക്കണം, ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ. പിന്നെ നമ്മൾ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് പറ്റിയില്ല. അപ്പോൾ ഇന്നിപ്പം ഞാൻ മക്കളൊക്കെ റെഡി ആക്കി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങോട്ട് പോന്നു. അപ്പോൾ എൻ്റെ കൂടെ കുഞ്ഞുങ്ങളും പോന്നു. അവർക്കിങ്ങനെയൊക്കെ കാണാനും കളിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവരതിൻ്റെയൊക്കെ ചുവട്ടിൽ നടന്നിങ്ങനെ പറക്കുകയും, അതിനകത്ത് മൂത്ത ആളാണെങ്കിൽ അവളിങ്ങനെ ഒരു കോലെടുത്തിട്ട് ചെറിയൊരിതെടുത്തിട്ട് അതിങ്ങനെ ആ പൂക്കളിങ്ങനെ ഇങ്ങനെ കോർത്തുകൊണ്ടിരിക്കുക. നമ്മൾ പണ്ട് ചെത്തിപ്പൂവും മുല്ലപ്പൂവും ഒക്കെ കോർക്കുന്ന പോലെ. അപ്പം ഞാൻ ഇവരിതൊക്കെ ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ ചെറുപ്പം ഓർക്കുക. എൻ്റെ സ്കൂള് ഞാൻ പഠിച്ച സ്കൂളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഗ്രൗണ്ടിൽ നമ്മുടെ അസംബ്ലിയൊക്കെ നടക്കുന്നതിൻ്റെ ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഒരു സൈഡിലൊക്കെ ആയിട്ടും അശോകച്ചെടി, അതിൻ്റെ റെഡ് കളറുണ്ട്, യെല്ലോ കളറുണ്ട്, പിന്നെ ഒരു ഓറഞ്ച് കളറിലുള്ളൊരു ചെടിയുണ്ട്. ഇതിങ്ങനെ നിറച്ച് നിന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പൂ ഇങ്ങനെ പായ വിരിച്ചതുപോലെ കിടക്കും. ഞാൻ ഓർക്കും ആ ഒരു മനോഹാരിത ഇതിനൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. അതെൻ്റെ ഒരു മെമ്മറീസ്. ഈ മക്കളിതൊക്കെ ഇങ്ങനെ പറിക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ അതെല്ലാം ഓർക്കുമായിരുന്നു. എൻ്റെ ബാല്യവും എൻ്റെ സ്കൂളിങ്ങും കാര്യങ്ങളൊക്കെ. ആ ഒരു ഫീലിംഗാണ് എനിക്കിപ്പം തോന്നുന്നത്. നമ്മുടെ ആ നഷ്ടപ്പെട്ട ബാല്യം അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ട ആ ഒരു ഓർമ്മകളൊക്കെ കുഞ്ഞുങ്ങളെപ്പോഴും അവരേത് രാജ്യത്ത് വന്നാലും അവരേത് ജനറേഷനിൽ ജീവിച്ചാലും ഇതൊക്കെ പിള്ളേരുടേതായ കാര്യങ്ങളാണ്. നമ്മളെന്ത് കാണിച്ചിട്ടുണ്ടോ അതൊക്കെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും അത് എന്താ പറയുക, അതെനിക്ക് തോന്നുന്നു ദൈവികമാണ്. അതിനൊന്നും ഒരു മാറ്റം എത്ര ജനറേഷൻ കഴിഞ്ഞാലും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പം ഞാൻ ചെയ്ത അതേ കാര്യങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. അവർ വളരെ ഹാപ്പിയാണ്. ആ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ വീട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള വീട്ടിലെയാണിത്. അപ്പം എനിവേ മക്കൾക്ക് സ്കൂളിൽ പോകാൻ ബസ് വരാറായി. അപ്പോൾ അതിന് മുന്നേ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ്. നിങ്ങൾക്കത് ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എന്നാൽ